ബാറുടമകളുടെ പണപ്പിരിവ് വിവാദം ആസൂത്രിതം. പണപ്പിരിവ് നടത്താൻ നീക്കമെന്നുള്ള പരാതി മുഖ്യമന്ത്രിക്ക് നേരത്തെ ലഭിച്ചു. 2 ആഴ്ച മുമ്പ് വിജിലൻസ് സംഭവത്തിൽ അന്വേഷണവും ആരംഭിച്ചു. ബാറുടമകളുടെ മൊഴിയും കേസിൽ രേഖപ്പെടുത്തി. ഈ സാഹചര്യത്തിലാണ് പുറത്തുവന്ന ശബ്ദരേഖ സംശയത്തിന്റെ നിഴലിൽ ആകുന്നത്. 2 പരാതികളാണ് മുഖ്യമന്ത്രിക്കും വിജിലൻസ് ഡയറക്ടർക്കും ലഭിച്ചത്. ഒന്ന്, കെട്ടിട നിർമ്മാണ ഫണ്ട് എന്ന പേരിൽ ബാറുടമകളിൽ നിന്ന് 1 ലക്ഷം രൂപ വീതം പിരിച്ച് ഈ തുക സംഘടനാ പ്രസിഡന്റ് കൈക്കലാക്കാൻ നീക്കം നടത്തുന്നു എന്നത്. രണ്ടാമത്തെ പരാതി 1-ാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കാൻ സർക്കാരിന് നൽകാൻ പണം പിരിക്കുന്നുവെന്നതും. ഈ 2 പരാതിയിലും 2 ആഴ്ച മുൻപ് അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞു. ബാറുടമകളുടെ സംഘടനാ പ്രസിഡന്റായ വി സുനിൽകുമാർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. 3 ആഴ്ച മുമ്പ് തന്നെ ഗവൺമെൻറ്റിൽ 1-2 പെറ്റീഷൻ അയച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ അയച്ചിട്ടുള്ള കൃത്യമായി നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ആ പരാതിന്മേൽ വിജിലൻസ് എൻക്വയറി ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ വിജിലൻസ് ഓഫീസർ തന്നെ വിളിച്ചിരുന്നു ഇതിനെക്കുറിച്ചുള്ള ഇത് റിപ്ലൈ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് വന്ന പരാതി അത് അന്വേഷണത്തിന് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി ബാറുടമകളിൽ നിന്നും മൊഴിയും രേഖപ്പെടുത്തി. ആ സാഹചര്യത്തിലാണ് അടുത്ത ഘട്ടം എന്ന നിലയിൽ ബാറുടമയായ അനിമോന്റെ ശബ്ദരേഖ പുറത്തുവരുന്നത്. കൃത്യമായ തിരക്കഥ പരാതിക്കും ശബ്ദരേഖയ്ക്കും പിന്നിലുണ്ട് എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. സർക്കാരിന്റെ പുതിയ മദ്യനയം സംബന്ധിച്ച് കഴിഞ്ഞ 3 ആഴ്ചയായി വാർത്തകൾ നൽകുന്ന ഒരു സംഘം മാധ്യമങ്ങൾ എന്തുകൊണ്ട് വിജിലൻസ് അന്വേഷണം സംബന്ധിച്ച വാർത്ത നൽകിയില്ല എന്നതും ഏറെ പ്രസക്തമാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.